ഇന്നത്തെ ക്ലാസ്സിൽ വീണ്ടും സ്പാനിങ്ങിൻ്റെ ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു റിസൾട്ട് പഠിച്ചിരുന്നു. ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ഓൾ സൊല്യൂഷൻസ് ഓഫ് എ ലീനിയർ ഹോമോജീനിയസ് സിസ്റ്റം ഈസ് എ സബ് സ്പേസ്. സോ അതിനെ നമ്മൾ വേറൊരു ആംഗിളിൽ നോക്കി കാണാണ് ആദ്യം. അതിന് എന്താണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ലെറ്റ് capital A equal to an m by n matrix with real entries. അപ്പോൾ അതിലെ എലമെൻസിനെ നമ്മൾ a11 a12 എക്സെട്ര a1n a21 a22 എക്സെട്ര a2n എക്സെട്ര am1 am2 എക്സെട്ര amn എന്ന് ഡിനോട്ട് ചെയ്യാണ്. സോ സപ്പോസ് ഐ മൾട്ടിപ്ലൈ an element of Rn with this m by n matrix from left side, I will get an element of Rm. സോ ഈ ഒരു ഓപ്പറേഷനാണ് ഞാൻ ഇനി ചിന്തിക്കാൻ പോണത്. സോ കൺസിഡർ എ മാപ്പ് ടി എ ഫ്രം ആർ എൻ ടു ആർ എം ഡിഫൈൻഡ് ആസ് ടി എ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ. ഈ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് പറയുന്നത് ആർ എന്നിലുള്ള ഒരു എലമെൻ്റാണ്, ഒരു എൻ ടുപ്പിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഈ എം ബൈ എൻ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ശരിക്കും പറഞ്ഞാൽ ഇഫ് ഐ ഡിനോട്ട് ദിസ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ആസ് vector x, then TA of vector x is equal to matrix A times vector x. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ. സോ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇനി പറയുന്ന രണ്ട് പ്രോപ്പർട്ടീസിനെയും സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ടി എ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ പ്ലസ് വൈ വൺ വൈ ടു എക്സെട്ര വൈ എൻ വിൽ ബി സെയിം ആസ് TA of x1 x2 etc xn plus TA of y1 y2 etc yn, as well as TA of c times x1 x2 etc xn will be equal to c times TA of x1 x2 etc xn. അതായത് ഈ TA എന്ന് പറയുന്ന ഓപ്പറേഷൻ പ്രിസർവ്സ് അഡീഷൻ, പ്രിസർവ്സ് വെക്ടർ അഡീഷൻ. അതായത് രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ TA എന്ന് പറയുന്ന മാപ്പിംഗ് അപ്ലൈ ചെയ്യുന്നതും ഈ ഓരോ വെക്ടറിലും ടി എ സെപ്പറേറ്റ് ആയിട്ട് ആക്ട് ചെയ്തതിന് ശേഷം അതിനെ തമ്മിൽ ആഡ് ചെയ്യുന്നതും സെയിം ആണ്. സിമിലർലി സി വെക്ടർ എക്സ് എന്നുള്ള ഒരു പുതിയ വെക്ടറിൽ ടി എ എന്ന് പറയുന്ന മാപ്പിംഗ് അപ്ലൈ ചെയ്യുന്നതും ടി എ ഓഫ് വെക്ടർ എക്സിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം തന്നെയാണ്. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്ത ടി എ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന മാപ്പിങ്സിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. സോ ഇവിടെ ആക്ച്വലി നമുക്ക് പറയാം ഈ ടി എ എന്ന് പറയുന്നത് ആർ എന്നിൽ നിന്ന് ആർ എമ്മിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. നമുക്കറിയേണ്ടത് എന്താണ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കേർണൽ എന്ന് വെച്ചാൽ. കേർണൽ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി എ ഫ്രം ആർ എൻ ടു ആർ എം ഇസ് ഡിഫൈൻഡ് ആസ് കർ ടി എ. ഇങ്ങനെയാണ് നമ്മൾ കേർണലിനെ ഡിനോട്ട് ചെയ്യുക. കേർണൽ ഓഫ് ടി എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എൻ ടുപ്പിൾ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഇൻ ആർ എൻ സച്ച് ദാറ്റ് ടി എ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഈക്വൽ ടു ദ സീറോ വെക്ടർ ഓഫ് ആർ എം. അതായത് ഏതൊക്കെ എലമെൻസിനെ നമ്മൾ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടോ ആ എലമെൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ കേർണൽ ഓഫ് ടി എ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഐ എം കൺസിഡറിങ് എ മാപ്പിംഗ് ആർ എൻ ടു ആർ ടു ടു ആർ. ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻ ഇതാണ്. ടി ഓഫ് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു എക്സ് വൺ. ഈ ഒരു ഓപ്പറേഷനാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് കരുതാം. സോ ഏതൊക്കെ എക്സ് വൺ എക്സ് ടുകളാണ് സീറോയിലേക്ക് മാപ്പ് ചെയ്യപ്പെടുക? ടി ഓഫ് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു സീറോ ആവണമെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു സീറോ ആകണം. സോ ചുരുക്കി പറഞ്ഞാൽ ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ ഫോം ഓർഡേർഡ് പെയർ സീറോ എക്സ് ടു വിൽ ബി മാപ്ഡ് ടു സീറോ. സോ വൈ ആക്സിസിലുള്ള എല്ലാ പോയിൻറ്റ്സിനെയും സീറോയിലേക്കാണ് മാപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്കിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്കിൽ കേർണൽ ഓഫ് ടി എ എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ്. നൗ കേർണൽ ഓഫ് ടി എ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ പറഞ്ഞു.
സോ നമുക്ക് കേർണൽ ഓഫ് ടി എ എന്നുള്ളതിനെ സെറ്റ് ഓഫ് ഓൾ വെക്റ്റർ യു എലമെൻറ്റ് ഓഫ് ആർ എൻ വേർ എ വെക്റ്റർ യു ഈക്വൽ ടു 0 എന്ന് പറയാം. ബിക്കോസ് ടി എ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ നമ്മൾ ചെയ്യുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എ വെക്റ്റർ യു ഈക്വൽ ടു 0 ആകുന്ന യുകളുടെ കളക്ഷനാണ് ഇവിടെ എടുക്കുന്നത്. സോ ഇത് നമ്മൾ നേരത്തെ കണ്ട ലീനിയർ ഹോമോജീനിയസ് സിസ്റ്റമാണ്. സോ കേർണൽ ഓഫ് ടി എയിലുള്ളത് കേർണൽ ഓഫ് ടി എ ഈസ് നത്തിങ് ബട്ട് the solution space of the linear homogeneous system A vector u equal to 0. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറം ഇതായിരുന്നു. The solution set of a homogeneous linear system A vector x equal to vector 0 of m equations in n unknowns is a subspace of Rn. ഇതാണ് നമ്മൾ പഠിച്ച തിയറം. ഇതേ തിയറത്തിനെ തന്നെ ഇൻ ടേംസ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പറയാം. ഇഫ് എ ഈസ് ആൻ എം ബൈ എൻ മെട്രിക്സ് ദെൻ ദ കേർണൽ ഓഫ് ദ മെട്രിക് ട്രാൻസ്ഫോർമേഷൻ ടി എ ഫ്രം ആർ എൻ ടു ആർ എം ഈസ് എ സബ്സ്പേസ് ഓഫ് ആർ എൻ. സൊല്യൂഷൻ സെറ്റ് ഓഫ് ഓൾ സൊല്യൂഷൻസ് ഓഫ് എ ലീനിയർ ഹോമോജീനിയസ് സിസ്റ്റം ഈസ് എ സബ്സ്പേസ് എന്ന് പറയുന്നതിന് ഈക്വാലൻ്റ് ആയിട്ട് പറയുന്ന അതേ തിയറം തന്നെയാണ് നമ്മൾ ശരിക്കും ഇവിടെയും പറയുന്നത്. വേറെ ഒരു രീതിയിൽ സ്റ്റേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. കേർണൽ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഈസ് എ സബ്സ്പേസ് ഓഫ് ആർ എൻ. നൗ അടുത്തതായിട്ട് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. നമ്മൾ സ്പാനിങ് സെറ്റ് എന്താണെന്ന് പഠിച്ചു. ഒരു സെറ്റ് ഉപയോഗിച്ച് നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നൊക്കെ പഠിച്ചിരുന്നു. സോ ഈ സ്പാനിങ് സെറ്റ് യുണീക്ക് അല്ല എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ സ്പാനിങ് സെറ്റ് യുണീക്ക് അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് ഇപ്പോൾ സപ്പോസ് വി ഹാവ് R3, നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെക്ടർ സ്പേസ് R3 ആണ് എന്ന് കരുതുക. R3 എന്ന് പറഞ്ഞാൽ സ്പേസ്. ഈ സ്പേസിലുള്ള സ്പേസിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു x1 അല്ലെങ്കിൽ ഒരു A1 A2 A3 ഇത് നമ്മുടെ വിയിലുള്ള ഒരാളാണെങ്കിൽ ഇതിനെ നമുക്ക് A1 വെക്ടർ I പ്ലസ് A2 വെക്ടർ J പ്ലസ് A3 വെക്ടർ K എന്ന് എഴുതാം. സോ വി നോ ദാറ്റ് ദ വെക്ടേഴ്സ് I, J ആൻഡ് K സ്പാൻ R3. ഇനി I, J, K മാത്രമാണോ R3യെ സ്പാൻ ചെയ്യുക? R3യെ സ്പാൻ ചെയ്യുക എന്ന് വെച്ചാൽ R3യിലുള്ള ഏത് വെക്ടർ എടുത്താലും അതിനെ നമുക്ക് ഈ V1 V2 V3 ആണ് നമ്മൾ ക്യാപിറ്റൽ V എന്ന് പറയുന്ന വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യും എന്ന് പറയുന്നതെങ്കിൽ വെക്ടർ സ്പേസിലുള്ള ഏത് വെക്ടർ എടുത്താലും അതിനെ ഈ V1 V2 V3യുടെ ലീനിയർ കോമ്പിനേഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെ IJKയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് R3യിലുള്ള എല്ലാവരെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്നാൽ IJKയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് മാത്രമല്ല ഈ R3യിലുള്ള ആൾക്കാരെ നമുക്ക് എഴുതാൻ പറ്റുക. സപ്പോസ് ഐ ആം ടേക്കിംഗ് V1 ഈക്വൽ ടു വെക്ടർ I plus vector j plus vector k, and I am taking V2 as vector I plus vector j and V3 as vector I. Then V1 V2 V3 will span R3. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരേ സ്പേസിനെ തന്നെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചുകൂടെ ജോമെട്രിക്കലായിട്ടുള്ളൊരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പേസ് ഈ ലൈനാണ് എന്ന് കരുതുക. ഈ ലൈനിനെ സ്പാൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ലൈനിൻ്റെ ഡയറക്ഷനിലുള്ള ഏത് നോൺ സീറോ വെക്ടർ എടുത്താലും ആ വെക്ടർ ഉപയോഗിച്ച് എനിക്ക് ഈ ലൈനിലുള്ള എല്ലാ വെക്ടേഴ്സിനെയും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സ്കെയിലാർ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിന് പറ്റിയ രീതിയിൽ ചൂസ് ചെയ്താൽ മതി. സോ എനി നോൺ സീറോ വെക്ടർ ഓൺ ദ ലൈൻ ഇൻ ദിസ് ഫിഗർ വിൽ സ്പാൻ ദാറ്റ് ലൈൻ. ഇത് സീറോയിൽ കൂടി പാസ് ചെയ്യുന്ന ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. സോ ഇതൊരു വെക്ടർ സബ്സ്പേസ് ആണ്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ R3 എന്ന് പറയുന്ന സ്പേസിൽ ഒരു 2 ഡയമെൻഷണൽ ഓർ നമ്മളൊരു സബ്സ്പേസ് എടുത്തിരിക്കുകയാണ്. എ പ്ലെയിൻ പാസിങ് ത്രൂ ഒറിജിൻ, അങ്ങനെയുള്ളൊരു സബ്സ്പേസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. സോ ഈ V1 V2 ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഈ പ്ലെയിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ V1 V2 വേണമെന്നില്ല. ഇതേ V1 ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ആ V1 V2 ഉപയോഗിച്ച് മാത്രമേ ഈ പ്ലെയിനിനെ സ്പാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല.
you can take any two non-collinear vectors in the plane and that two vectors will span that plane. So that means collinear allata. Suppose I can take v1 like this and v2 like this. These two vectors will span the entire plane. ഇതേ പ്ലെയിനെ തന്നെ നമുക്ക് ഈ പ്ലെയിനിലുള്ള രണ്ട് വെക്റ്റേഴ്സ് ആവണം, അതിൽ ഇവർ രണ്ടുപേരും ഒരേ ലൈനിലുള്ള വെക്റ്റേഴ്സ് ആവരുത്. ഇത്രയും നമുക്ക് കണ്ടീഷനുള്ളൂ. സോ എനി ടു നോൺ കൊലീനിയർ വെക്റ്റേഴ്സ് ഇൻ ദ പ്ലെയിൻ വിൽ സ്പാൻ ദാറ്റ് പ്ലെയിൻ. ഒരേ പ്ലെയിനെ തന്നെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഉപയോഗിച്ച് സ്പാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് രണ്ട് സെറ്റുകൾ സ്പാൻ ചെയ്യുന്ന സ്പേസ് സെയിം ആവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു i+j+k സ്പാൻ R3, i+j+k then i+j+i that will also span R3. അപ്പോൾ എങ്ങനെയാണ് രണ്ട് ഡിഫറെൻറ്റ് സെറ്റുകൾ ഒരേ സ്പേസിനെ തന്നെ സ്പാൻ ചെയ്യുന്നത്? എന്ത് കണ്ടീഷനാണ് അതിന് വേണ്ടത്? അതാണ് ഈ തിയറത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇഫ് എസ് ഇസ് ഈക്വൽ ടു v1 v2 etc vr and s prime is equal to w1 w2 etc wk are non-empty sets of vectors in a vector space V, then span of v1 v2 etc vr is equal to span of w1 w2 etc wk if and only if each vector in S can be written as a linear combination of vectors in S prime. എസ്സിലുള്ള എല്ലാ വെക്റ്റേഴ്സിനെയും എസ് പ്രൈമിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, തിരിച്ചും അതുപോലെ എസ് പ്രൈമിലുള്ള വെക്റ്റേഴ്സിനെ എല്ലാവരെയും എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റണം. ഇതൊരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. അതായത് സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vr ഈക്വൽ ടു സ്പാൻ ഓഫ് w1 w2 എക്സെട്ര wk ആണെങ്കിൽ ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദിസ് പ്രോപ്പർട്ടി. Conversely, if any vector in S can be written as a linear combination of vectors in S prime, then span of S will be same as span of S prime. So, ഇതിൻ്റെ ഒരു പാർട്ട് ഞാനിവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്, മറ്റേ പാർട്ട് തനിയെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സപ്പോസ് span of v1 v2 etc vr which is same as span of w1 w2 etc wk എന്ന് പറയുന്നത് ക്യാപിറ്റൽ W ആണെന്ന് വിചാരിക്കാം. Then suppose I am taking I from 1 to 3 etc up to r. Then corresponding ആയിട്ട് എനിക്കിവിടെ ഒരു vi എന്ന് പറയുന്ന വെക്റ്റർ ഉണ്ട്. ഈ vi എന്തായാലും സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vr-ലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. v1 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vr-ലുണ്ട്. v2വും സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vr-ലുണ്ട്. അങ്ങനെ ഓരോ വി ഐയും സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vr-ലുള്ളവരാണ്. സോ vi ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vr. ഈ സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vr-നെയാണ് നമ്മൾ w എന്ന് വിളിച്ചിരിക്കുന്നത്. സോ vi ഈസ് ആൻ എലമെൻറ്റ് ഓഫ് w. ബട്ട് w ഇസ് സെയിം ആസ് സ്പാൻ ഓഫ് w1 w2 എക്സെട്ര wk. ഇനി സ്പാൻ ഓഫ് w1 w2 എക്സെട്ര wk എന്ന് പറഞ്ഞാൽ എന്താണ്? set of all possible linear combinations of the vectors w1 w2 etc wk where cj's are all scalars. So vi എന്ന് പറയുന്നത് span of w1 w2 etc wk ലുണ്ടെങ്കിൽ we can write vi as summation j is equal to 1 to k some scalar times wj. ഈ ഫോമിൽ നമുക്ക് ഓരോ vi യെയും എഴുതാൻ പറ്റും. കോൺവേഴ്സ്ലി നമ്മൾ സേ ജെ എലമെൻറ്റ് ഓഫ് 1 2 3 എക്സെട്ര അപ് ടു കെ wi എന്ന് അല്ലെങ്കിൽ wj എന്ന് പറയുന്ന ഒരു ആളെ എടുക്കുക. അപ്പോൾ wj വിൽ ബി ഇൻ സ്പാൻ ഓഫ് w1 w2 എക്സെട്ര wk ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ W. ക്യാപിറ്റൽ Wവിനെ നമുക്ക് സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vr എന്നും പറയാൻ പറ്റും. അപ്പോൾ ഓരോ wjയും സ്പാൻ ഓഫ് v1 v2 എക്സെട്ര vr-ലുണ്ട്. സോ ഈച്ച് wj ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 v2 എക്സെട്ര vr. So whenever span of S is equal to span of S prime, we have each vector in S can be written as a linear combination of vectors in S prime and conversely. ഇനി നിങ്ങൾ തനിയെ പ്രൂഫ് എഴുതി നോക്കേണ്ട ഭാഗം ഇതാണ്.
if each vi can be written as a linear combination of w1, w2, etc., wk, then span of v1, v2, etc., vr will be same as span of w1, w2, etc., wk. Try to write the proof yourself. So, ഒരു പ്രോബ്ലം കൂടി ചെയ്ത് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എക്സ്പ്രസ് -9, -7, -15 as linear combination of vector u is equal to 2, 1, 4, v is equal to 1, -1, 3 and w equal to 3, 2, 5. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് യു വി ഡബ്ല്യുയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് -9, -7, -15 റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് സ്കെയിലാസ് എ ബി സി സച്ച് ദാറ്റ് ദിസ് -9, -7, -15 is equal to a times 2, 1, 4 plus b times 1, -1, 3 plus c times 3, 2, 5. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ എ ടൈംസ് 2, 1, 4 എന്നുള്ളതിനെ ordered triplet 2a, a, 4a plus the next one will be b minus b, 3b. The last one will be 3c, 2c, 5c. Add ചെയ്താൽ ഫസ്റ്റ് കോർഡിനേറ്റ് 2a plus b plus 3c ആകും. സെക്കൻഡ് കോർഡിനേറ്റ് will be a minus b plus 2c. The next one will be 4a plus 3b plus 5c. So, ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് 3 ലീനിയർ ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് കോർഡിനേറ്റ്സിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് 2a പ്ലസ് ബി പ്ലസ് 3c ഈക്വൽ ടു -9. സെക്കൻഡ് കോർഡിനേറ്റ്സ് ഇക്വേറ്റ് ചെയ്താൽ a മൈനസ് ബി പ്ലസ് 2c ഈക്വൽ ടു -7. ദെൻ തേർഡ് കോർഡിനേറ്റ്സ് ഇക്വേറ്റ് ചെയ്താൽ 4a പ്ലസ് 3b പ്ലസ് 5c ഈക്വൽ ടു -15 എന്ന് കിട്ടും. നമ്മൾ ഈ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ ബി ആൻഡ് സി ആസ് എ ഈസ് ഈക്വൽ ടു -2, ബി ഈസ് ഈക്വൽ ടു 1 ആൻഡ് സി ഈസ് ഈക്വൽ ടു -2. മീൻസ് വി ക്യാൻ റൈറ്റ് -9, -7, -15 ആസ് -2 ടൈംസ് 2, 1, 4 പ്ലസ് 1 ടൈംസ് 1, -1, 3 പ്ലസ് -2 ടൈംസ് 3, 2, 5. Okay, so we can express these vectors as a linear combination of u, v and